ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചീരത്തോരൻ്റേതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ചീരയൊക്കെ എടുത്ത് കഴുകി ചെറുതായി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലോട്ട് ചേർക്കാം. ചീര ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാമെന്നാണ്. ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് ചേർത്ത് ചീരയൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു വിധം ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഞാൻ ചേർത്തിട്ടുള്ളത് തേങ്ങയാണ്. ഒരു 2 ടീസ്പൂൺ തേങ്ങ മതിയാകും. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചീര ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞും പോകത്തില്ല, പിന്നെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി വരണ്ടും പോകത്തില്ല. കറക്റ്റ് പാകമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. Then see you in next video. Bye bye. Take care.